ചോരയും ചലവും ഇറ്റുവീഴുന്ന മുറിവ്, പുഴുക്കൾ ഞുളയ്ക്കുന്ന വ്രണങ്ങൾ, വിലാപങ്ങളുടെ വേലിയേറ്റങ്ങൾക്ക് നടുവിൽ പിഴുതെറിയപ്പെട്ടവരുടെ ആർത്തനാദം കേട്ട് ഉറക്കം ഞെട്ടിയ രാവുകൾ, നിർധനരും ആലംബഹീനരും വലിച്ചെറിയപ്പെട്ടവരുമടങ്ങുന്ന ഈ നികൃഷ്ടലോകത്തിലേക്ക് സോമനസാലെ ഇറങ്ങിപ്പുറപ്പെട്ട സന്തോഷ്. ഇന്ന് ഈ ജീവിതം അർത്ഥപൂർണമാകുന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ്. അടർന്നിടറിപ്പോകുന്ന ജീവിത ബന്ധങ്ങളുടെ നിലവിളി കേൾക്കാത്ത ലോകത്ത് ഉറ്റവരും ഉടയവരുമായി ഇവരുണ്ട് ഇവിടെ. മകനായി, മകളായി, അപ്പനായി, അമ്മയായി, സഹോദരനായി, സഹോദരിയായി. പിറന്നു വീണ അന്ന് തൊട്ട് താരാട്ടുപാടിയും കൈവിരൽ തുമ്പിൽ തൂങ്ങിയും നടന്ന പൊന്നോമന മക്കൾ, മക്കൾ വലിച്ചെറിഞ്ഞ മാതാപിതാക്കൾ. തെരുവുമക്കൾ, ഉപേക്ഷിക്കപ്പെട്ട മനോരോഗികൾ, ഈ സമൂഹത്തിലെ വലിച്ചെറിയപ്പെട്ടവർക്കായി ഒരു ഭവനമൊരുക്കി ഇയാൾ കാവലിരിക്കുന്നു. അതിനൊക്കെ കൂട്ടായി ഇവൾ വെറോനിക്ക. അനു ഇത്ര തിരക്കിലായിരുന്നു. അനു ഇരിക്കും. ഇവർ ഒരുക്കുന്ന ഈ പറുദീസ ഈ നിർധനരുടെ സങ്കേതമാകുന്നെങ്കിൽ സഹനത്തിൻ്റെ, അർപ്പണത്തിൻ്റെ, പരിത്യാഗത്തിൻ്റെ സഹനപർവങ്ങൾ താണ്ടാൻ മനസ്സൊരുക്കിയ മിനി ദൈവത്തിൻ്റെ സ്പർശം തൊട്ടറിഞ്ഞിരുന്നു. വലിച്ചെറിയപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പാൻ, ദൈവം നിയോഗിച്ച സന്തോഷിന്റെ നിഴലായി ഇവൾ വെറോനിക്കയും. മിനി ചേച്ചി, നമ്മുടെ മരിയാസദനം സന്തോഷേട്ടൻ്റെയും മിനി ചേച്ചിയുടെയും നേതൃത്വത്തിലുള്ള ഈ മരിയാസദനം ഇപ്പോൾ 17 വർഷമായല്ലേ? എങ്ങനെയായിരുന്നു ചേച്ചി നമ്മുടെ സദനത്തിൻ്റെ തുടക്കം? എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരുന്നോ, അതെയോ നമ്മളൊരു പ്ലാൻ ചെയ്ത് നമുക്കിങ്ങനെ ഒരു ശുശ്രൂഷ ആരംഭിക്കാമെന്നുള്ളൊരു പ്ലാൻ? ഞങ്ങൾക്ക് ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു. ഞങ്ങൾ ദേവസ്ഥാനം കൂടി, അതിനുശേഷം ഒരു ദമ്പതിദാനം കൂടി, പിന്നെ കുറേ കാലം ഞങ്ങൾ പ്രാർത്ഥനയായിട്ട് ഞങ്ങൾ നടന്നു. അതിന് ശേഷം ആരുമില്ലാത്ത ഒരാളെ പാലാശുപത്രിയിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം എന്നോടൊന്ന് ചോദിച്ചു, നമുക്ക് വീട്ടിൽ സ്വീകരിച്ച് നമ്മുടെ വീട്ടിൽ ഒരു അംഗമായിട്ട് നമുക്ക് നോക്കിയാലോ? വീടില്ല, ആരുമില്ല, അനാഥനായ ഒരാളെ, പ്രായം ചെന്ന മനുഷ്യനാണ്. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ആത്മീയമായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്തിരുന്നു. വിവാഹം കഴിഞ്ഞ് ഞങ്ങളൊരു 3 വർഷം, മൂന്നാമത്തെ കുട്ടി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് കിടക്കുന്നത്. ഓക്കെ.
അപ്പം ഇങ്ങനെ വന്ന് എന്നോട് തന്നെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കൊണ്ടുവരാം. ഞങ്ങളന്ന് വാടകയ്ക്ക് താമസിക്കുമ്പോഴാണ് ഞങ്ങൾ ആ അപ്പാപ്പനെയും ഞങ്ങൾ വീട്ടിൽ സ്വീകരിച്ചു. നമുക്ക് സുഖിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഒരുപാട് അവസരങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ചേച്ചി ഒരു ശുശ്രൂഷ മനോഭാവത്തോടു കൂടി അതിൽ നിന്നുള്ള സന്തോഷം മതി എന്ന് ഉള്ളൊരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചൊരു ഘടകം ഒന്ന് പറഞ്ഞു തരുമോ? കാരണം ഞാനങ്ങനെ ഒത്തിരി അടിച്ചുപൊളിച്ച് ജീവിച്ച ആളൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ പാവങ്ങളിലെ ഈ വിഷമങ്ങളും ബുദ്ധിമുട്ട് കാണുമ്പം പെട്ടെന്നൊരു സഹതാപം തോന്നുകയാണ്. അങ്ങനെ അങ്ങനെ അടിപൊളിയായിട്ട് നടക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ഇതിലൊക്കെ ഞാനങ്ങ് ഒതുങ്ങി എനിക്കിപ്പം ഇങ്ങനെയൊരു ജീവിതം അല്ലാതെ വേറെ ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഒരാളിൽ തുടങ്ങിയ ഒരു സ്ഥാപനം പറഞ്ഞത്. ഇപ്പൊ ഇന്ന് എത്ര പേരുണ്ട്? ഇന്നിപ്പം 320ഓളം പേരുണ്ട്. 7 വർഷം കഴിഞ്ഞ് 320 പേരോളം ആയിരിക്കുകയാണ്. ഞാൻ 3ാമത്തെ കൊച്ചിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഞങ്ങളിത് തുടങ്ങുന്നത്. അപ്പം അവളെ പ്രസവിച്ച അന്നാണ് ഒരു മനോരോഗിയായ ഒരു വർക്കിച്ചേട്ടനെ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, സന്തോഷം മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, നമ്മളൊരു മനോരോഗിയായ ഒരാളെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എനിക്കിങ്ങനെ പേടിയാകാൻ തുടങ്ങി. എന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേരാണ്, 4 വയസ്സ് 1 വയസ്സ് ഇപ്പം ഉണ്ടായ കുട്ടി. അങ്ങനെ ഇപ്പം വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാവരും പറയുന്നുണ്ട്, ഈ മാനസരോഗികളുടെ ഇടയ്ക്ക് നീ എങ്ങനെ ഇപ്പോൾ പിള്ളേരെ വളർക്കും? അപ്പോൾ ഇങ്ങനെ നമ്മൾ മാനസരോഗിയെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടറിവുള്ളൂ. എനിക്ക് ഈ ചങ്ങല കിടക്കുന്നതും മുറിയിലിട്ട് അടച്ചിരിക്കുന്നതും അങ്ങനെ കേട്ട് നമുക്കൊരു പേടിയാണ്, എനിക്ക് പേടിയുണ്ട്. അപ്പം പിള്ളേരെ ഉപദ്രവിക്കുമോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു എനിക്ക്. എന്നാലും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ഉപദ്രവവും ഇന്ന് വരെ എൻ്റെ പിള്ളേർക്ക് ഉണ്ടായിട്ടില്ല. ഒരു 3ാമത്തെ ആളെ ആയിരിക്കുമ്പോഴെന്ന് പറഞ്ഞു നമ്മൾ ആ ഒരു സമയത്തൊക്കെ തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ ഒരു സാമീപ്യവും ഒരു പ്രൈവസിയും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയവും അല്ലേ, ഒരു കെയറൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയൊരു മേഖലയെക്കുറിച്ച് ചിന്തിക്കാനുള്ള മനോഭാവമൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ദൈവം തന്നൊരു ഒരു ഒരു പ്രയോജനമാണെന്ന് എനിക്ക് തോന്നുന്നേ. എന്നാന്ന് വെച്ചാൽ കിട്ടുന്ന സമയത്തൊക്കെ സന്തോഷം ഓടി വരികയും എൻ്റെ കാര്യങ്ങളിൽ ഇടപെടുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യും. ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോഴാണേലും ഇതെങ്ങനെയാണ് കഞ്ഞിക്കറിയൊക്കെ വെക്കുന്നത്, കറി എങ്ങനെ വെക്കുന്നതെന്ന് ഓരോന്ന് ചോദിച്ച് അന്നാരും ഞങ്ങളെ സഹായിക്കാനില്ലായിരുന്നു. ധ്യാനത്തിൽ നിന്നും കിട്ടിയ ഒരു ആശയത്തിൻ്റെ വെളിച്ചത്തിൽ ഒരാളിൽ തുടങ്ങിയ നമ്മുടെ മരിയാസദനം ഇന്ന് 17 വർഷം പൂർത്തിയാകുമ്പോൾ 320 പേരിൽ അവരോടൊപ്പം ചേർന്ന് നിങ്ങൾ 2 പേരും അവരെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു ഇത്രയും കാലഘട്ടം ഒന്നിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പിരിമുറുക്കങ്ങളും കൂടാതെ ഇത് സ്മൂത്തായി പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ ചേച്ചിയുടെ ഒരു സപ്പോർട്ടുണ്ടെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിച്ചാട്ടെ. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ ഇത് മുമ്പോട്ട് പോകുമ്പോൾ ഇതുകൊണ്ട് 2 പേരും അലമ്പൊക്കെ ആണെങ്കിൽ നടക്കുകയില്ല. അതുകൊണ്ട് സന്തോഷിൻ്റെ ഏത് അഭിപ്രായത്തോടും ഞാൻ യോജിച്ചാണ് പോകുന്നത്. കാരണം മോശമായ ഒരു അഭിപ്രായം കൊണ്ടുവരികയില്ല, അതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് 2 പേരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും അല്ലേ മരിയാസദനം ഇന്നും ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ശുശ്രൂഷയായി തീർന്നു പോകുന്നതല്ലേ. അതെ. അപ്പം എന്നെക്കാട്ടിലും കൂടുതൽ പറയാൻ അറിയാവുന്ന സന്തോഷേട്ടനാണ്. സന്തോഷേട്ടനെ വിളിക്കാം. ശരി സന്തോഷേട്ടാ. സന്തോഷേട്ടാ, ഞങ്ങൾ മരിയാസദനത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ദമ്പതികൾ ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലാണ് പുറത്തൊക്കെ ഞങ്ങൾക്കറിയാവുന്നത്. അപ്പോൾ ഈ ഒരു ആശയം മനസ്സിൽ തോന്നിയപ്പോൾ ചേച്ചിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഒന്ന് പങ്കുവയ്ക്കാമോ? മരിയാസദനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനമായിട്ടല്ലായിരുന്നല്ലോ. ഞങ്ങളുടെ വീട്ടിൽ 2 കുട്ടികൾ, ഒരാളെ മിനി ഗർഭവതിയായിരിക്കുന്ന സമയത്താണ് ഒരു തോമസ് ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളെ വീട്ടിലെടുക്കാൻ കാരണമായത്. അപ്പോൾ അത് തോമസ് ചേട്ടൻ്റെ ചോദ്യം, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ അവസരം തരാമോ? അപ്പോൾ ഞങ്ങളത് കാണുന്നത് ഈശോ ചോദിക്കുന്ന പോലെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു. മിനിയോട് ഞാനിതങ്ങനെ പറഞ്ഞു, അങ്ങനെ തോമസ് ചേട്ടനിൽ ഈശോ വസിക്കുന്നു, അങ്ങനെ ഒരു വചനമാണല്ലോ നമ്മളിതിലേക്ക് വരുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു. നമ്മുടെ പ്രസ്ഥാനം വളർന്നിപ്പം 320 പേരോളമായി. ഇത്രയും പ്രതീക്ഷിച്ചതാണോ ഈ ഒരു 320 പേരെ നമ്മൾ താമസിപ്പിക്കും എന്നുള്ളൊരു കരുതലോടുകൂടി ആയിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു കരുതലില്ലായിരുന്നു. അപ്പം കരുതലില്ലാതെ അപ്പം ചേച്ചിയുടെ ഒരു മനോഭാവം എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ആദ്യത്തെ വളർന്നു വരുന്നതിനനുസരിച്ച്?
ആദ്യത്തെ മനോഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളെ എടുത്തു, അപ്പോൾ അതുകൊണ്ട് നിൽക്കുമെന്ന് ഞാനും വിചാരിച്ചു. പിന്നെ 2ആയി 3ആയി അങ്ങനെ ഒരു 50 പേരൊക്കെ ആയ സമയത്തൊരു നിസ്സംഗത ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എല്ലാം ഓരോ പേഷ്യൻ്റെ അഡ്മിഷനും ഓരോ പ്രശ്നങ്ങളാണ്, പ്രശ്നത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അതൊക്കെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഒരു 4-5 പേരെയൊക്കെ അഡ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ മിനിയും അതിനകത്ത് ട്രെയിൻഡായി. അപ്പോൾ അതാണ് എൻ്റെ കാര്യം. ഇപ്പം ഇതൊരു കുറച്ചുകൂടെ ലാഘവത്തോടെ കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്കെതിരായിട്ട് നോ എന്നൊരു കാര്യം എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത് കാര്യം ചെയ്താൽ എത്ര വെള്ളത്തിൽ ചാടിയാലും കയറി വരുമെന്നറിയാം. അതുകൊണ്ട് ഈ 17 വർഷമായിട്ടും 17 വർഷമായിട്ട്. കാരണം എൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വചനം, മനുഷ്യനാൽ അസാധ്യമായതൊക്കെ ദൈവത്തിന് സാധ്യമാണ്. അറ്റ ഉറപ്പിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം, ഒരു വീട്ടിൽ ഇപ്പോൾ കൂടുതലിവിടെ അഡ്മിഷൻസ് വരുന്നത് തന്നെ ഒരു മാനസിക രോഗിയായ ഒരു സഹോദരി ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചു വരുന്ന ആങ്ങളയുടെ ഭാര്യ പറയും, ഇവരെ എവിടെയെങ്കിലും കൊണ്ടാക്കിയാലേ ഞാൻ നിൽക്കും, അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രായം ചെന്ന അപ്പനെ അമ്മയെ നോക്കാൻ ഇതേ കണ്ടീഷനാണ് നോക്കുന്നത്. ഉണ്ടെങ്കിൽ ഇവരെ മാറ്റിത്തരിക, എന്നാൽ നിൽക്കാം. അപ്പം അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഒരു സപ്പോർട്ട് മിനിയുടെ ഭാഗത്ത് നിന്ന് ഇല്ലെങ്കിൽ എനിക്കിത് കൊണ്ടുപോകാൻ സാധിക്കാനാണ്. ഇപ്പോൾ ഇവരെ ഇറക്കി വിടണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ചേ പറ്റൂ. കാരണം ഉള്ളത് 5 പെൺകുട്ടികളാണ്, 185ഓളം പുരുഷന്മാരുണ്ട്. അവർ ലൈംഗികമായ വൈകൃതങ്ങളുള്ളവർ, അക്രമാസക്തരാണ്. അങ്ങനെ കൊലപാതകം ചെയ്തിട്ട് വന്ന് അമ്മയെ കൊലപ്പെടുത്തിയ ആളുണ്ട്, താമസിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിനൊപ്പം താമസിക്കണമെങ്കിൽ അതിന് ഒത്തിരി ധൈര്യം വേണം. അപ്പോൾ മാനസികമായ ധൈര്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഞങ്ങൾക്ക് 2 പേർക്കും വലിയ ധൈര്യമുള്ളവരല്ല. പക്ഷെ എന്നാൽ അത് കിട്ടുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെയാണ്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആർക്കും നമ്മളെ എതിർക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ ശുശ്രൂഷയുടെ ഒന്നാമത് സാമ്പത്തിക മേഖല വളരെ പരിതാപകരമാണ്. ശൂന്യതയിലാണ് തുടങ്ങുന്നത്. ഇത്രയും കാര്യങ്ങളും കെട്ടിടങ്ങളും ഒക്കെ വെച്ചെങ്കിലും അനേകരുടെ സഹായങ്ങൾ വന്നിട്ടുണ്ട്. കിട്ടുന്ന സഹായം കൊണ്ട് തികയുന്നില്ല. ഇപ്പോഴും അത് വലിയ ഭീമമായൊരു പ്രശ്നമായിട്ട് നിൽക്കുമ്പോഴും ധൈര്യപൂർവ്വം പുതിയ കേസുകൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഉള്ളു തുറന്ന സപ്പോർട്ട് മാത്രമാണ്. കാരണം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാനും ദൈവത്തിൽ ആശ്രയിക്കുന്നു. നമുക്കൊരു ഫോക്കസ് ഉണ്ട്. ദൈവം, പിതാവായ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ ആവശ്യമായതെല്ലാം തരും. ഉറപ്പിൽ മുമ്പോട്ട് പോയാണ്. ഇവിടെ പലതരത്തിലുള്ള ആളുകളാണ്. വഴിയിൽ യാത്ര ചെയ്യുന്ന മാനസിക രോഗികൾ, അലഞ്ഞു തിരിയുന്നവർ, വഴിയിൽ നിന്ന് ഗർഭവതികളായി വന്ന് ഇവിടെ പ്രസവിച്ച് 21ഓളം മക്കൾ സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്, വൃദ്ധജനങ്ങളുണ്ട്, വികലാംഗരുണ്ട്, സെല്ലുകളിൽ കിടക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പലതരത്തിൽ 350-നടുത്ത് മനുഷ്യരിവിടെ താമസിക്കുന്ന ഒരു സ്നേഹകൂടാരമാണ്. ഏതായാലും പുറത്തു നിന്ന് കാണുന്നതിൽ നല്ല നമുക്ക് അകത്തുനിന്ന് കയറി എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നമുക്ക് അകത്തേക്ക്. അവിടെ കേട്ടോ. മരിയ സദനം തുടങ്ങിയതിന് ശേഷം ഇവരുടെയും വീടുകളിൽ നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? സപ്പോർട്ടീവ് ആയിരുന്നു? നിങ്ങൾ തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോലെ തന്നെയായിരുന്നു ഇരുവരുടെയും വീടുകളിൽ നിന്നുള്ള? അല്ലായിരുന്നു. ആദ്യം ഒരാളെ എടുത്ത് താമസിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 2 നല്ല എതിർപ്പ് വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചു ഇതിനകത്ത് പിന്മാറുന്നില്ല എന്ന്. ആളെ തന്നെ വീട്ടിൽ താമസിപ്പിക്കേണ്ട, പറഞ്ഞു വിടാൻ വരെ പറഞ്ഞും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ധൈര്യപൂർവ്വം രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് അങ്ങനെ തന്നെയായിരുന്നു. പതുക്കെ എല്ലാവരും മനസ്സിലാക്കി. ഇപ്പോൾ എല്ലാവരും സജീവമാണ്. ഏതാണ്ട് 1 വർഷം കൊണ്ട് എല്ലാവരും ഇതിലെ സജീവ പ്രവർത്തകരായി മാറി. ഉണ്ട്. ചേച്ചി, നമുക്ക് ബൈബിളിലെ നമ്മുടെ ഹൃദയസ്പർശിയായ ഒരു കഥാപാത്രമുണ്ട്, വേറോനിക്കയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈശോനാഥൻ്റെ തിരുമുഖം സ്നേഹത്തൂവാല കൊണ്ട് ഒപ്പിയെടുത്ത വേറോനിക്ക. അതുപോലെ ഈ മരിയാസദനത്തിലെ അന്തരീക്ഷവും ഇവിടുത്തെ കഥകളൊക്കെ കേട്ടപ്പോൾ ഒന്നേന്ന് തുടങ്ങിയ സന്തോഷേട്ടൻ്റെയും മിനി ചേച്ചിയുടെയും പ്രവർത്തനങ്ങൾ, സന്തോഷേട്ടനോടൊപ്പം ചേച്ചി ഈ ജീവിതത്തിൽ ഈ സഹനങ്ങളൊക്കെ ചേർത്ത് വയ്ക്കുന്നത്, അതൊന്ന് പറഞ്ഞു തരാമോ? എങ്ങനെയാണ് ആ ഒരു സന്തോഷം, അത് സന്തോഷമായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു സന്തോഷമായിട്ട് അതെങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നതെന്ന്? ഇത് ഈ സ്ഥാപനം തന്നെ ഒരു കുരിശിന് വഴിയാണ്. ഇത് നടത്തിക്കൊണ്ട് പോകുന്നു ദൈവത്തിൻ്റെ കൃപയാലാണ്. തടസ്സങ്ങളും ഒത്തിരി വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. സന്തോഷത്തിന് എന്ത് വിഷമമുണ്ടെങ്കിലും
തമ്പുരാനെ വിളിച്ചപേക്ഷിച്ച് ഞങ്ങളെ കൈവിടിയല്ലേ എന്നുള്ള ഞങ്ങളുടെ ഏകമായ ഒരു പ്രാർത്ഥനയിലാണ് ഇത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ദൈവത്തിലുള്ളൊരു വിശ്വാസം തന്നെയാണ് നിങ്ങളെ ഇപ്പോഴും ഒരു ധൈര്യത്തോടു കൂടി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാണ് എൻ്റെ ഒരു കാര്യം. ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടെ സാമ്പത്തികമായ വലിയൊരു ക്രൈസിസ്. എനിക്ക് പിറ്റേ ദിവസത്തേക്ക് നന്നായിട്ട് പണം ഇല്ലാതെ നിൽക്കാൻ ഒക്കെയല്ല, അതുപോലെ 3-4 ആളുകൾക്ക് കൊടുക്കാനുണ്ട്. പക്ഷേ രാത്രി ഇങ്ങനെ കിടന്നുറങ്ങാൻ സമയത്ത് ഞാനും ഇനിയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കിടന്നു. ആ സമയത്ത് ഞാൻ വളരെ നിരാശപ്പെട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ ചില സമയത്ത് നമ്മളിലേക്കൊരു അവിശ്വാസം കടന്നു വരുമല്ലോ. അപ്പോൾ എങ്ങനെ ഇത്, അപ്പോൾ ആ സമയത്ത് മിനി പറഞ്ഞു ധൈര്യമായിട്ട് ഇത്രയും നാളും ദൈവം നമ്മളെ നടത്തി, തീർച്ചയായിട്ടും ആരെങ്കിലും നമ്മളെ സഹായിക്കാണ്ട് ദൈവം പറഞ്ഞേക്കും. അപ്പം അങ്ങനെ ഒരു ബോധ്യം എനിക്കുണ്ട്. എന്തായാലും ഞാൻ ഓർക്കുകയാണ്, രാവിലെ തന്നെ ഒരു വണ്ടിയിൽ ഒരാൾ വന്നു. പുള്ളി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫാദറായിരുന്നു. എനിക്ക് അന്ന് വേണ്ടതൊരു 50,000 50,000 രൂപയാണ് വേണ്ടത്. ഒരു DD കൊണ്ടുവന്ന് വന്ന് ഏൽപ്പിച്ചിട്ട് പോയി. പരസ്പരം ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും എപ്പോൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ എന്തുകൊണ്ടാണ് ചെയ്തത്, ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള ചോദ്യമൊന്നും ഒരിക്കലും മിനിയുടെ ഭാഗത്തുനിന്ന് വരാറില്ല. അപ്പോൾ നമ്മുടെ ഒരു ബലഹീനതകളില്ലല്ലോ, ഇല്ലായ്മയിൽ ദൈവം തരുമെന്ന് സപ്പോർട്ട് ചെയ്ത് പറയാൻ ഏതായാലും എപ്പോഴും കൂടെയുള്ള ജീവിത പങ്കാളി അതൊക്കെ തന്നെയാണ് അതിന് സാധിക്കുന്നത്. മറ്റുള്ളവരൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള ബന്ധങ്ങളല്ലേ. അപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ, കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ആൾ തന്നെ, ആ കുരിശിൽ നമ്മൾ അങ്ങനെ ഒരു വേദന അനുഭവിക്കുന്ന ആ സമയത്ത് സപ്പോർട്ട് ചെയ്തു തരുന്ന അനുഭവം ധാരാളം പിന്നീട് ഭാഗത്തുനിന്നുണ്ടാകാറുണ്ട്. മരിയ സദനത്തിലേക്ക് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ആളുകളെയാണ് സാധാരണ ഇവിടെ കൂടുതലായിട്ടും താമസിപ്പിക്കുക? കൂടുതലായിട്ടും മാനവരോഗികളാണ് കൂടുതലുള്ളത്. പിന്നെ ബുദ്ധിസ്ഥിരതയില്ലാത്ത പിള്ളേരുണ്ട്. പിന്നെ ആക്സിഡൻറ്റ് മൂലം വികലാംഗരായിട്ടുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, പ്രായമായവരുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കാലത്ത് വ്യാജകരായിട്ടുള്ളവരെയും മുനിസിപ്പാലിറ്റിയുടെ അധികാരികൾ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കും. ഇവരൊക്കെ സ്ഥിരമായിട്ട് താമസിപ്പിക്കാനുള്ള സൗകര്യത്തോടു കൂടിയാണ്, അതേ ഒരു നിശ്ചിത ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വിടുന്ന ഒരു രീതിയാണ് സാധാരണ ഇവിടെ? അങ്ങനെ പോകുന്നവരുണ്ട്, സാധാരണ പോകുന്നവരുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ലോങ് സ്റ്റേ വേണ്ടവരാണ് ഉള്ളത്, ദീർഘകാലം പരിചരണം വേണ്ടവരാണ്. ലോങ് സ്റ്റേ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇപ്പം ഇവിടുത്തെ സദനത്തിൻ്റെ പ്രവർത്തനത്തിൽ ആരെങ്കിലും പങ്കാളികളാക്കാറുണ്ടോ? അല്ലെങ്കിൽ എന്തൊക്കെ ശുശ്രൂഷയാണ് അവരെയും കൊണ്ട് എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടോ? ഇവിടെ ശരിക്കും ഒന്നാമതായിട്ട് ഇതിൻ്റെ ബേസിക് നീഡ്സ് എന്ന് പറയും, അടിസ്ഥാന ആവശ്യങ്ങൾ. അങ്ങനെയുള്ള ജോലി എന്ന് വെച്ചാൽ ആഹാരം പാചകം ചെയ്യുക, വസ്ത്രം കഴുകുക, കുളിപ്പിക്കുക, ഇതെല്ലാം ചെയ്യുന്നത് രോഗം ഭേദമായിട്ട് ഇവിടെ സർവീസ് ചെയ്യുന്ന ആളുകളാണ്, ഇവിടെ തന്നെ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ്. പിന്നെ ചെയ്യുന്നത് ഇവർക്ക് ഈ ടൈലറിങ്ങിന് ടേസ്റ്റുള്ളവരെ, കഴിവുള്ളവരെ കൊണ്ടൊരു ടൈലറിങ് യൂണിറ്റ് ഉണ്ട്. ട്രെയിനിങ് കൊടുക്കും. ഇവിടുത്തെ തയ്യൽക്കട ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ മെഴുകുതിരി നിർമ്മാണമുണ്ട്. അത് ഇവിടെ അടുത്ത പള്ളിയിൽ നമ്മൾ അവിടെ വെച്ച് സെയിൽ ചെയ്യുന്നുണ്ട്. ചെറിയ തോതിലുള്ള ചെറുകിട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും, അത്യാവശ്യം കൃഷി, അങ്ങനെ. പിന്നെ ഒരു കലാസമിതിയുണ്ട്. കലാസമിതി എന്ന് വെച്ചാൽ നാടക ട്രൂപ്പുണ്ട്. ഇവിടെയുള്ള ആളുകളെ ട്രെയിൻ ചെയ്ത് പാടിക്കുന്ന ഒരു ഗാനമേള ട്രൂപ്പുണ്ട്. അത് 2002 തുടങ്ങിയതാണ്. ഒരു 1500ഓളം സ്റ്റേജുകൾ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി പുറത്തൊക്കെ പോകും. ചെറിയ പ്രതിഫലം വാങ്ങി തന്നെയാണ് പോകുന്നത്. അങ്ങനെ ആ രീതിയിൽ ചെയ്യുന്നു. എങ്ങനെയാണ് സാധാരണ പുറത്തുനിന്നും ആൾക്കാരെ ഇവിടേക്ക് എത്തിക്കുന്നത്? നമ്മൾ പോകുമോ അതെയോ എങ്ങനെയാണ്? സാധാരണ ബന്ധുക്കൾ കൊണ്ട് നാക്കുന്ന ആളുകളുണ്ട്, ഒരു മാർഗ്ഗമില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന്. നമ്മൾ തുടങ്ങിയത് തെരുവിൽ നിന്ന് നാളെ എടുത്താണ്. ഇപ്പോഴും അതുപോലെ വഴിയിൽ അലഞ്ഞു വരുന്ന ആളുകളെ പോലീസ് അധികാരികൾ ഇവിടെ കൊണ്ടു നാക്കുന്നുണ്ട്. അത് രാത്രി കാലമൊന്നോ പകലൊന്നും ഇല്ല, കിട്ടുന്ന സമയത്ത് അങ്ങനെ കൊണ്ടു നാക്കുന്നുണ്ട്. പിന്നെ ചില സോഷ്യൽ വർക്കേഴ്സ്, അതുപോലെ രാഷ്ട്രീയക്കാർ, അവരൊക്കെ ഇങ്ങനെ അവരുടെ അടുത്തൊക്കെ ഓരോരുത്തർ നാവലാതി പറയുമ്പോൾ അവർ വഴിയായിട്ടൊക്കെ സന്നദ്ധ പ്രവർത്തകർ ആളുകളെ കൊണ്ടു നാക്കുന്നുണ്ട്. നമ്മുടെ സദനത്തിലെ തന്നെ ചെറിയ ചെറിയ യൂണിറ്റുകളെക്കുറിച്ച് പറഞ്ഞു. തയ്യലുണ്ട്, പാചകം, ഗാനമേള ട്രൂപ്പുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ യൂണിറ്റുകളെക്കുറിച്ച് പറഞ്ഞു. അപ്പം ചേച്ചി ഏതൊക്കെ രീതിയിലാണ് ഇവരെ സഹായിക്കുന്നത്? ചേച്ചിയുടെ ഒരു സ്വാധീനം എങ്ങനെയാണ് ഈ കിച്ചണിലാണേലും ചേച്ചി ഇന്ന നാളെ എന്നെ ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് എന്നെ ഉണ്ടാക്കണം, എങ്ങനെ പിള്ളേരെ വന്ന് എന്നോട് ചോദിക്കും. അപ്പം ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യും. എല്ലാം ഉണ്ടായിരിക്കും. പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ എന്താണേലും പിള്ളേർ വന്ന് ചോദിക്കും, എന്നാ ചെയ്യണ്ടേ, നാളെ എന്നത് വെക്കുന്നത് എന്നൊക്കെ എല്ലാം തിരക്കി അത് അന്നേരം ഞാൻ ചെന്ന് പറഞ്ഞു കൊടുത്ത് അവരതുപോലെ തന്നെ എല്ലാം ചെയ്തു വെക്കും. സെക്ഷൻ വേറെ വേറെ തിരിച്ച് അതിന് ഓരോ സെക്ഷനിലും 5-6 പിള്ളേർ വീതം ഉണ്ട്.
നിയമിച്ചിട്ടുണ്ട്. തയ്യൽ ക്ലാസ്സിലാണേലും ഇതൊക്കെ ചേച്ചിയാണോ ലീഡ് ചെയ്യുന്നത്? ആ ഇതെല്ലാം പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെല്ലാം മാനസിക രോഗം ഭേദമായ ആളുകളാണ്, സ്ത്രീകളെല്ലാം. അവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് എല്ലാവരും തന്നെ. അപ്പം നമ്മളതിൽ ഒരാളെ ലീഡറും കൂടെ ആക്കിയേക്കാണെങ്കിൽ കുറച്ചും കൂടെ അവർ ഇനിഷ്യേറ്റീവ് വരും അല്ലേ? അവർ തന്നെ സ്വന്തമായിട്ട് എന്നും അതുപോലെ തന്നെ അങ്ങ് ചെയ്തുകൊണ്ടിരുന്നോളൂ. നമ്മളൊന്ന് നോക്കി മേൽനോട്ടം വഹിച്ചാൽ മതി. അതുപോലെ തയ്യൽ യൂണിറ്റ് ആണെങ്കിലും അതിനകത്തും ഒരു 3-4 പേര് ജോലി ചെയ്യുന്നുണ്ട്. ബെഡ്ഷീറ്റ്, ബെഡ് കവറ്, പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ നൈറ്റി, പിന്നെ പാവാട, ഉടുപ്പൊക്കെ എല്ലാം, പിന്നെ നമ്മുടെ ഇവിടെയുള്ള പിള്ളേരുടെ യൂണിഫോമൊക്കെ ഇവിടെ തന്നെ തയ്ക്കുന്നത്. ഇവിടെ എല്ലാ വർഷവും ഒരു 3 ദിവസത്തെ കാർണിവൽ ഫെസ്റ്റിവൽ പോലെ വെക്കാറുണ്ട്. അതിന് ഇവിടുത്തെ നമ്മുടെ ആളുകൾ തന്നെയാണ് സ്റ്റോൾ ഇടുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം ഒരു വർഷത്തിലൊരിക്കൽ അങ്ങനെ വിൽക്കാനുള്ളൊരവസരം ഇപ്പോൾ സ്കൂള്, കോളേജുകൾ, പിന്നെ സമീപവാസികൾ ഒക്കെ അതിനകത്ത് പങ്കെടുക്കാറുണ്ട്. ഇവിടെ ഈ കോമ്പൗണ്ടിലാണ് സെറ്റ് ചെയ്യുന്നത്. എൻ്റെ പേര് മനഃശാന്തി എന്നാണ്. മനഃശാന്തി 2015 ഇനി വരാൻ പോകുന്നു. 14 കഴിഞ്ഞു. എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. എൻ്റെ പിതാവേ, നിന്റെ നിണമണിഞ്ഞ കാൽപ്പാടുകളെ പിന്തുടരുന്നു ഞാൻ. ഇടറി വീഴുന്ന എന്നെ നിന്റെ കരങ്ങൾ കൊണ്ട് താങ്ങി നിർത്തുന്നതും ഞാൻ അറിയുന്നു. നാഥ, നിന്റെ ചുടുരക്തം കൊണ്ട് ലോകത്തിൻ്റെ പാപം നീ കഴുകി. നിന്റെ നിർമ്മലമായ തൃക്കരങ്ങളിൽ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. എൻ്റെ പിതാവേ, എൻ്റെ വീഴ്ചകളിൽ, എൻ്റെ ഇടർച്ചകളിൽ നീ എനിക്ക് തുണയാണെന്ന് ഞാൻ അറിയുന്നു. നാഥ, ഈ ജീവിതം നിന്നോട് ചേർന്ന് ആത്മീയതയുടെ നിറവേകാൻ നീ എന്നെ കൂടെ കൂട്ടേണമേ. ഇനി ജീവിക്കുവാൻ നിനക്കായി ഇനി മാറിടുവാൻ തുണയേകണേ നാഥ, കൃപയാകണേ